എന്ത് ഉപയോഗിച്ചിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നില്ല, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള മുടി കൊഴിച്ചിലാണ്, അങ്ങനെ ഏത് രീതിയിലുള്ള മുടി കൊഴിച്ചിലാണെങ്കിലും നിങ്ങൾ ഈ കിഴി പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താരനും മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല ഉള്ളോടുകൂടി വളരാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു കിഴി പാക്ക് ആണിത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 19 ആണ്. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ ചലഞ്ച് അങ്ങനെ കറക്റ്റ് ആയിട്ടൊന്നും പോകുന്നില്ല, കുറച്ച് ലാഗ് ആയിട്ടൊക്കെയാണ് പോകുന്നതെന്ന് എനിക്കറിയാം, കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പാക്കുകൾ ഇല്ലാത്ത ദിവസം നിങ്ങൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ താളി അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുക. എന്തായാലും നമ്മുടെ പിന്നെ ചലഞ്ച് നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഇങ്ങനെ അടച്ച് മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് കഞ്ഞിവെള്ളം ഒന്നും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ മഴക്കാലത്ത് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കുഴപ്പമില്ല, പക്ഷെ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എനിക്ക് പറ്റുന്നത് പോലെ നമുക്ക് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം. റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കുറേ പേര് കമന്റ് ചെയ്തിട്ട് നമ്മുടെ ചലഞ്ച് നല്ല റിസൾട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കിഴി പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു കിഴി പാക്ക് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ഉപയോഗിച്ചിട്ടും മുടി കൊഴിച്ചിലും താരനൊന്നും കുറയുന്നില്ല എന്നാണെങ്കിൽ ഈ കിഴി പാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു തവണയോ 2 തവണയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ആ വരുന്നൊരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ മുടി കൊഴിച്ചിലും താരനൊക്കെ കുറച്ച് മുടി നല്ല ഉള്ളോടുകൂടി വളരാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ഈ ഒരു കിഴി പാക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഹെയർ ഫോൾ കുറയുന്നില്ല എന്ന് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ കിഴി പാക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കിഴി പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ്. അപ്പോൾ ഞാനിവിടെ ഉലുവ 2 സ്പൂൺ അളവിലാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഉലുവയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെറുപയറാണ്. അപ്പോൾ ചെറുപയറും ഞാനിവിടെ 2 സ്പൂൺ അളവിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഉലുവ എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ നിങ്ങൾ ചെറുപയർ എടുക്കുക. ഇതിനകത്ത് ഈ 2 ഇൻഗ്രീഡിയൻസ് നമ്മുടെ മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അതിനകത്ത് നിങ്ങൾ ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിതൊന്ന് കുതിർക്കാനിടുന്നതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് കഴുകി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴുകി ഉണക്കിയൊക്കെ വെച്ചിരിക്കുന്നവരാണെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കഴുകി എടുക്കാം. അപ്പോൾ കഴുകി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കുതിർക്കാനിടാം കേട്ടോ. ഒരു നൈറ്റ് നമുക്കിതൊന്ന് കുതിർത്തെടുക്കണം. അപ്പം വെള്ളം ഉപയോഗിച്ചാൽ മതി കേട്ടോ, കഞ്ഞിവെള്ളം ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വെക്കാം. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, നമ്മുടെ ഉലുവയും ചെറുപയറൊക്കെ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു നൈറ്റ് നമുക്ക് ഇതുപോലെ തന്നെ വെച്ചിട്ട് അടുത്ത ദിവസം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തലേദിവസം കുതിർക്കാനിട്ട് വെച്ചിട്ടുള്ള ഉലുവയും ചെറുപയറൊക്കെ നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു നൈറ്റ് എന്തായാലും നമ്മൾ ഇതുപോലെ തന്നെ വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഇന്ന് കിഴി പാക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് കിഴി കെട്ടി വെക്കണം. അപ്പോൾ നമുക്കിതൊരു തുണിയിൽ നന്നായിട്ട് കിഴി കെട്ടി വെക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ നമുക്ക് ഊറ്റി കളഞ്ഞിട്ട് കിഴി കെട്ടി വെക്കാം കേട്ടോ. ഇഴ അകലമുള്ള തുണിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. എൻ്റെ ഈ തുണി അത്ര ഇഴ അകലമൊന്നും ഇല്ല, പക്ഷേ കറക്റ്റായിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എങ്കിലും നമുക്ക് നോക്കാം. എന്തായാലും മുള വരുമല്ലോ, പുറത്തേക്ക് മുള വരണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അകലുള്ള തുണി ഉപയോഗിച്ചിട്ട് കെട്ടി വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. എനിക്ക് തോന്നുന്നു നമ്മൾ തോർത്തൊക്കെ ഇല്ലേ, തോർത്തൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ കെട്ടി വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് മുള വരാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് എന്താ പറയുക വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് 2 കിഴിയായിട്ട് നമുക്കിത് കെട്ടി വെക്കാം. അപ്പം ഞാനിതാ 2ഉം കിഴി കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മുള വരുന്നവർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഒരു ദിവസം ഇങ്ങനെ തന്നെ വെക്കാം, നമുക്ക് അടുത്ത ദിവസം ഇത് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കിഴി കെട്ടി വെച്ചത് അത്യാവശ്യം നന്നായിട്ട് തന്നെ മുളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇഴ കുറഞ്ഞിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് പുറത്തേക്ക് അധികം മുളയൊന്നും വന്നിട്ടില്ല. നമ്മൾ ഇഴ അകലുള്ള തുണി എടുക്കുകയാണെങ്കിൽ പുറത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് മുളയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഞാൻ ഓൾറെഡി തുറന്ന് നോക്കിയതാണ് കേട്ടോ, മുള വന്നിട്ടുണ്ടോ ഇല്ലേന്നൊക്കെ ഉള്ളത് ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേയും ഒരു നൈറ്റും വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് എനിക്ക് കറക്റ്റ് മുള വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഒരു ദിവസം വെച്ചിട്ട് നൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം തുറന്ന് നോക്കുക, മുള വന്നിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ കെട്ടി വെക്കുക കേട്ടോ. മുള വന്നിട്ട് ഉപയോഗിക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് കണ്ടോ, ഉലുവയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുള വന്നിട്ടുണ്ട് കേട്ടോ. ഉലുവയിൽ മുള വരാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. എനിക്കൊന്ന് ചെറുപയറിൽ പെട്ടെന്ന് തന്നെ മുള വരുന്നുണ്ട്, ഉലുവയിൽ മുള വരാൻ വേണ്ടി കുറച്ച് താമസമാണ്. എങ്കിലും ഇത് അത്യാവശ്യം നന്നായിട്ട് മുള വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ചെറുപയറും അത്യാവശ്യം നന്നായിട്ട് തന്നെ മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 2ഉം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കിഴി കെട്ടി വെക്കുമ്പോൾ 2ഉം കൂടി ഒന്നിച്ച് കിഴി കെട്ടി വെക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ 2ആയിട്ട് കിഴി കെട്ടി വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് കുതിർക്കാനിടാം, ഒന്നിച്ച് കിഴി കെട്ടി വെക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ചെറുപയറൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. മുളപ്പിച്ച് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 3 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ടാണ്. ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 5-8 എണ്ണം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറിയ ഉള്ളി മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ചെറിയ ഉള്ളി നിർബന്ധമായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈര് ഞാനിവിടെ 3 സ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തൈരും ഏറ്റവും നല്ലതാണ്. നമുക്ക് താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, സ്കാൽപ്പിൽ എന്തെങ്കിലും ഇച്ചിങ്ങിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് തൈര് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക. തൈര് നിങ്ങളുടെ പിന്നെ സ്കാൽപ്പിന് മുടിക്കും പറ്റില്ല എന്നാണെങ്കിൽ അതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
പിന്നെ നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതലായിട്ട് കഞ്ഞിവെള്ളം ചേർക്കുന്നുണ്ട്, കാരണം ഞാൻ ഇന്ന് കുറച്ച് ലൂസ് ആക്കിയിട്ട് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് തിക്കായിട്ട് പാക്ക് വേണമെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രമേ കഞ്ഞിവെള്ളം ചേർക്കാൻ പാടുള്ളൂ. ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി നമ്മുടെ പാക്ക് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് അരിച്ചെടുക്കാം. നമ്മുടെ എല്ലാ പാക്കുകളും നമ്മൾ അരിച്ചെടുത്തിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അരിച്ചെടുത്തിട്ട് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം താളിയുടെ കാര്യമാണ്. താളി എന്തിനാണ് അരിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. താളി ആയിക്കോട്ടെ, ഏത് പാക്ക് ആണെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് അരിച്ചെടുത്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ ഞാൻ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് കുറച്ച് ലൂസ് ആക്കിയിട്ട് തന്നെയാണ് പാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഹെവി ഹെയർ ഫോൾ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് തിക്കായിട്ടുള്ള പാക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് ലൂസ് ഫോമിലുള്ള ലിക്വിഡ് ഫോമിലുള്ള പാക്ക് ഉപയോഗിക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് തിക്കായിട്ട് തയ്യാറാക്കണമെങ്കിൽ തിക്കായിട്ട് തയ്യാറാക്കാം, ലൂസ് ആക്കിയിട്ട് തയ്യാറാക്കണമെങ്കിൽ ലൂസ് ആക്കിയിട്ട് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള മുടിയിലേക്ക് പാക്ക് ഉപയോഗിക്കരുത്, കാരണം ഇതിനകത്ത് ചെറുപയർ ഉലുവയാണ്, അത്യാവശ്യം നന്നായിട്ട് ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ഓയിൽ നമുക്ക് മുടിയിലും സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം. ഒരുപാട് ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇതിനകത്ത് തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ഡ്രൈനെസ് അത് കൺട്രോൾ ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാക്ക് നമുക്ക് മുടി മുമ്പോട്ടേക്ക് ഇട്ട് തേച്ച് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ മേത്ത് മൊത്തമായിട്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടാണ് പാക്ക് തയ്യാറാക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല, തേക്കാൻ എളുപ്പമാണ്. ലിക്വിഡ് ഫോമിലാകുമ്പോൾ തേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും ഹെയർ ഫോൾ ഒക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ലിക്വിഡ് ഫോമിൽ തന്നെ പാക്ക് തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാ പാക്കും ഞാൻ പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ ആദ്യം നിങ്ങൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കണം. കാരണം നമുക്ക് മുടി കൊഴിച്ചാൽ, താരൻ ഇതൊക്കെ മാറണമെങ്കിൽ നമ്മളത് സ്കാൽപ്പിൽ തേച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. വെറുതെ നമ്മൾ മുടിയിൽ തേച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി ഒന്ന് പിഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടിയുടെ അറ്റത്തേക്കൊക്കെ വന്നോളൂല്ലോ. ബാക്കി പാക്ക് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മുടിയിലേക്കും തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഉലുവ ചെറുപയറൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനും ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിൽ എല്ലായിടത്തും തേച്ച് കഴിഞ്ഞിട്ട് മുടിയിലും കൂടി നിങ്ങൾ തേച്ച് കൊടുക്കുക. അപ്പോൾ ഈ പാക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് കഴുകിയാൽ മതി കേട്ടോ. കഴുകുന്ന സമയത്ത് വേറെ താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വെറുതെ വെള്ളത്തിൽ തന്നെ കഴുകിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ചെറുപയർ ഉലുവയാണ്, രണ്ടും ഒരു നാച്ചുറൽ ഷാമ്പു പോലെയാണ് കേട്ടോ. നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഷാമ്പോ താളി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വെറുതെ വെള്ളത്തിൽ നിങ്ങൾ കഴുകിയാൽ മതി. അപ്പം ഞാനിതാ സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എത്ര സമയം വെക്കണം, എങ്ങനെ കഴുകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴുകുന്ന കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ വേറെ ഒന്നും ഉപയോഗിച്ച് കഴുകുന്നില്ലല്ലോ, വെറുതെ വെള്ളത്തിലാണ് കഴുകുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നമുണ്ട്, മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നമുണ്ട്, സ്കാൽപ്പിൽ ഇച്ചിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഈ പാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു കിഴി പാക്ക് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ഒരു പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ട് മുടി നന്നായിട്ട് വളരാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒരു കിഴി പാക്കാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.